ചോദ്യം ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ പറയുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോൾവ് y പ്ലസ് 6z മൈനസ് 2w ഈക്വൽ ടു 0, 2x മൈനസ് 3y മൈനസ് 3z പ്ലസ് 6w ഈക്വൽ ടു 2, 4x പ്ലസ് y പ്ലസ് z മൈനസ് 2w ഇസ് ഈക്വൽ ടു 4 യൂസിങ് ഗോസ് എലിമിനേഷൻ. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഏത് ഫോർമാറ്റിലാക്കി മാറ്റണം? ax ഈക്വൽ ടു b എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം. a എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, b എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻസ് അടങ്ങുന്ന മെട്രിക്സ് ആണ്, x എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസ് നമ്പർ ഓഫ് അൺനോൺസ് x y z w ആണ് x എന്ന് പറയുന്ന മെട്രിക്സ്. അതൊരു കോളം മെട്രിക്സ് ആണ്. സോ അപ്പോൾ എ മെട്രിക്സ് ശ്രദ്ധിച്ചിരിക്കുക, കോഎഫിഷ്യൻസ് എല്ലാം മെട്രിക്സ് ആക്കി എഴുതാം നമുക്ക്. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇസഡും ഡബ്ല്യൂയും 4 വേരിയബിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് ഇല്ല, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ് അവിടെ? 0 ആണ്. അപ്പോൾ 0 വെച്ച് വേണം നമ്മൾ തുടങ്ങാൻ. പിന്നെ വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1, ഡബ്ല്യുവിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -2. ഓക്കെ അല്ലേ? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് -3, ഇസഡിന്റെ കോഎഫിഷ്യന്റ് -3, ഡബ്ല്യുവിന്റെ കോഎഫിഷ്യന്റ് 6. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 4, വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1, ഡബ്ല്യുവിന്റെ കോഎഫിഷ്യന്റ് -2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വേരിയബിൾസ് എക്സും വൈയും ഇസഡും ഡബ്ല്യു ആണ്. അതൊരു കോളം മെട്രിക്സ് ആണ്. എക്സ് വൈ ഇസഡ് ഡബ്ല്യു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എഴുതിയ സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ, ഈക്വൽ ടു 0 to 4 അല്ലേ? 0 to 4. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ax ഈക്വൽ ടു b എന്നുള്ള രീതിയിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എഴുതുന്ന രീതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം. ശരിയല്ലേ? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കുക, ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്? എയും ബിയും കൂടെ ഒരുമിച്ച് എഴുതുന്നതിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 0 1 1 -2 0, 0 1 1 -2 0, 2 -3 -3 6 2, 2 -3 -3 6 2, 4 1 1 -2 4, 4 1 1 -2 4. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കോസ് എലിമിനേഷൻ ചെയ്യണം അല്ലേ? റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റണം. റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റണം. നമുക്കറിയാം, റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനെ നോൺ സീറോ ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാൻ അല്ലേ? ഇവിടെ ഫസ്റ്റ് എലമെന്റ് 0 ആണ്, അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്യാം. അത് നോൺ സീറോ ആക്കിയിട്ട് താഴെ 0 ആക്കണം അല്ലേ? അപ്പം ഇവിടെ ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് തന്നെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്തിട്ട് നോൺ സീറോ ആക്കാം. നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ്, കാരണം താഴെ നോൺ സീറോ എലമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. താഴെ നോൺ സീറോ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്ത് നോൺ സീറോ മുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇത് ഇപ്പം ഈ 2ഉം 4ന്റെയും പ്ലേസിൽ 0 ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അടുത്ത് നോക്കിയാൽ മതി, അടുത്ത എലമെന്റിന്റെ താഴെ 0 ആക്കാൻ നോക്കിയാൽ മതി. പക്ഷെ താഴെ നോൺ സീറോ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്തിട്ട് നോൺ സീറോ എലമെന്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, ദെൻ അതിനുവേണ്ടി എന്താ ചെയ്യാം? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ 2 മുകളിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഫൈനൽ ഉത്തരത്തിന് വ്യത്യാസമൊന്നും വരില്ല, നമ്മുടെ ഫൈനൽ കൺക്ലൂഷനും സൊല്യൂഷനും വ്യത്യാസമൊന്നും വരില്ല. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാണ്. വേറൊരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന കേസിൽ നമുക്ക് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, R1 ഇന്റർചേഞ്ചിങ് R3, R1 ഇന്റർചേഞ്ചിങ് R3. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഇക്വലന്റ് ടു, ശ്രദ്ധിച്ചിരിക്കുക, ഇത് ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇക്വലന്റിന്റെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ ചെയ്യിപ്പിച്ച പ്രോബ്ലംസിലൊക്കെ ഞാൻ അറിയാതെ ഈക്വൽ ആണ് യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈക്വൽ ഇടുന്നതിനും മാത്തമാറ്റിക്കലായിട്ടും ലോജിക്കലായിട്ടും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈക്വൽ ഇട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഫൈനൽ ഉത്തരം കറക്റ്റായിട്ട് കിട്ടിയാൽ നിങ്ങളുടെ മാർക്കൊന്നും കുറയില്ല, അത് നിങ്ങൾ പേടിക്കേണ്ട. പക്ഷേ എങ്കിലും നിങ്ങൾ കറക്റ്റ് മാത്തമാറ്റിക്കലായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിൽ വരുന്ന A11th പൊസിഷനും ഇവിടുത്തെ A11th പൊസിഷനും A22th പൊസിഷൻ, A13th പൊസിഷൻ, അങ്ങനെ കറസ്പോണ്ടിങ് പൊസിഷൻസിൽ വരുന്ന എലമെന്റുകൾ സെയിം ആണെങ്കിലേ നമുക്ക് ഈക്വൽ സൈൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് റൂൾ അനുസരിച്ച് പറയുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്താൽ മതി. ഇതിന് ഇക്വലന്റ് എന്ന് പറയും. ഈ ഒരു സിമ്പിൾ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ചില ടെക്സ്റ്റുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴെ 2 വരയും ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ.
എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് സിമ്പിളൊന്നും യൂസ് ചെയ്യാതെ താഴെ എഴുതി പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല. സിമ്പിളൊന്നും യൂസ് ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇനി ചെയ്യുന്ന പ്രോബ്ലംസിലെല്ലാം ഞാൻ ഈ ഒരു സിമ്പിളാവും യൂസ് ചെയ്യാം. ഓക്കെ, സോ R1ഉം R3യും തമ്മിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈക്വൽ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ, മാക്സിമം ഈക്വൽ സൈൻ യൂസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഒന്നില്ലെങ്കിൽ സിമ്പിൾ ഒന്നും യൂസ് ചെയ്യാതെ എഴുതി പോകാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ സിമ്പിൾ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ R1ഉം R3യും തമ്മിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പം നമ്മുടെ 4th റോ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് റോ ആക്കുക. 4 1 1 -2 4. സെക്കൻഡ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല, അതേപോലെ എഴുതാം. 2 -3 -3 6 2. ഫസ്റ്റ് റോ നേരെ താഴെ വരും. 0 1 1 -2 0. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? യെസ്. ഇനിയിപ്പോൾ നമ്മുടെ ജോലി എന്താണ്? ഈ ഓൾറെഡി ഇവിടെ 0 ആയിട്ടുണ്ട്. ഇനി 2ഉം കൂടെ എന്താക്കി മാറ്റണം? 0. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അപ്പർ ട്രയാങ്കുലർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു 0 കിട്ടിയിട്ടുണ്ട്. ഇനി 2ഉം കൂടെ 0 ആക്കി മാറ്റിയാൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ 2ഉം കൂടെ 0 ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് എലമെന്ററി ഓപ്പറേഷൻ ആവും യൂസ് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. എലമെന്ററി ഓപ്പറേഷൻ എഴുതാനുള്ള എളുപ്പവഴിയും ട്രിക്കുകളും ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ട്രിക്ക് യൂസ് ചെയ്ത് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ R2ലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. R1ന്റെ സഹായത്തോടു കൂടിയാണ് എനിക്ക് എന്താക്കി മാറ്റേണ്ടത്? ഈ R2 പൊസിഷൻ 0 ആക്കി മാറ്റേണ്ടത്. ഈ 2 എന്നുള്ളത് 0 ആക്കി മാറ്റേണ്ടത്. അപ്പം വിത്തൗട്ട് കൺസിഡറിങ് സൈൻ R2ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? R1ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 4 എഴുതുക. R1ന്റെ അവിടെ R2ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 2 എഴുതുക. രണ്ട് സൈനും സെയിം ആണല്ലേ, 4ഉം 2ഉം രണ്ടും പോസിറ്റീവ് ആണ്. രണ്ട് സൈനും സെയിം ആണെന്നുണ്ടെങ്കിൽ മൈനസ് വെച്ചിട്ട് കണക്ട് ചെയ്യണം. രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ രണ്ടും പോസിറ്റീവ് ആണെങ്കിലോ മൈനസ് വെച്ചിട്ട്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് ഇവിടെ 0 കിട്ടും. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെന്ററി ഓപ്പറേഷൻ കുറച്ചും കൂടെ ലളിതമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടിടത്തും ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കുക. ശരിയല്ലേ, രണ്ടിടത്തും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് എഴുതാം. 2 കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് വരും? 2R2 -R1 എന്ന് വരും. ശരിയല്ലേ, 2R2 -R1 എന്ന് വരും. ഈ എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്താലും മതി. അപ്പം നമുക്ക് കുറച്ചുകൂടെ ചെറിയ നമ്പേഴ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഇച്ചിരൂടെ വലിയ നമ്പേഴ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. ശരിയല്ലേ, കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഒന്ന് 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എലമെന്ററി ഓപ്പറേഷന് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇനി ഇതുപോലെ കോമൺ ഫാക്ടർ വരുന്ന കേസിൽ ഞാൻ ഇതേപോലെ മാറ്റിയിട്ടാവും ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് എന്താണ് വരിക? ഫസ്റ്റ് റോയ്ക്ക് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല. നമുക്ക് സെക്കൻഡ് റോയിലാണ് മാറ്റം വരുന്നത്. ഫസ്റ്റ് റോ സെയിം ആണ്. 4 1 1 -2 4. സെക്കൻഡ് റോയ്ക്കാണ് മാറ്റം വരുന്നത്. 2R2 -R1. അപ്പോൾ 2 × R2 എന്ന് പറയുന്നത് എന്താണ്? 2 -R1 എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ് 4 ആണ്. അപ്പോൾ 4 - 4 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ശരിയല്ലേ? ഇനി അടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 × R2 പൊസിഷനിൽ ആരാണ്? -3 -R1 പൊസിഷനിൽ ആരാണ്? 1. 2 × -3 എന്ന് പറയുമ്പോൾ എന്താണ്? -6. -6 -1 എന്താണ്? -7. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ്? 2 × R2 പൊസിഷനിൽ ആരാണ്? -3 -R1 പൊസിഷനിൽ ആരാണ്? 1. നേരത്തെ സെയിം നമ്പേഴ്സ് തന്നെയല്ലേ. അപ്പോൾ അവിടെ ഉത്തരം എന്ത് തന്നെയാണ് വരിക? -7 തന്നെയാണ് വരിക. അടുത്ത 2 × R2 പൊസിഷനിൽ 6 -R1 പൊസിഷനിൽ എന്താണ്? -2. ഓക്കെ എന്ന് വിചാരിക്കുന്നു. 2 × 6 -R1 പൊസിഷനിൽ -2 ആണ്. അപ്പം 12 + 2 വരും. 12 + 2 എന്താണ്? 14. ഓക്കെ അല്ലേ? അടുത്തത് 2 × R2 എന്ന് പറയുന്നത് എന്താണ്? 2 -R1 എന്ന് പറയുന്നത് എന്താണ്? 4. സോ 4 - 4 വരും. ആൻസർ എന്താണ്? 0. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ഈ എലമെന്റ്സിന് മാറ്റമില്ല. സെയിം 0 1 1 -2 0. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണം. അതായത് ഈ -7ന്റെ താഴെ ഈ ഡയഗണൽ ഓർത്താൽ മതി. -7ന്റെ താഴെ എന്താക്കണം? 0 ആക്കണം. ശരിയല്ലേ? -7ന്റെ താഴെ 0 ആക്കണമെങ്കിൽ എന്ത് മാത്തമാറ്റിക്കൽ എലമെന്ററി ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുക? R3യിൽ ആണ് എനിക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ R3യും R2ന്റെ സഹായത്തോടു കൂടെ വേണം 0 ആക്കണം എന്നറിയാൻ. അപ്പോൾ നമുക്ക് R3യും R2വും തമ്മിലാണ് എലമെന്ററി ഓപ്പറേഷൻ വരിക. അപ്പം ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ കണക്ട് ചെയ്യേണ്ട സൈൻ പ്ലസ് ആണെന്നറിയാം. വിത്തൗട്ട് കൺസിഡറിങ് ദ സൈൻ ഐ ആം റൈറ്റിംഗ് ദ കോയിഫിഷ്യൻസ്. R3 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിനും R2ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 7 വേണം എഴുതാൻ. മൈനസ് കയറ്റി എഴുതരുത്. വിത്തൗട്ട് കൺസിഡറിങ് സൈൻ ആണ്.
R2 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിനും R2 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിനും R3യുടെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 വേണം എഴുതാൻ. അപ്പം 7R3 പ്ലസ് 1R2 അഥവാ 7R3 പ്ലസ് 1R2 എന്ന് പറഞ്ഞാൽ R2 എന്ന് ഇട്ടാൽ മതി. അപ്പം ഈ ഒരു എലിമെൻ്ററി ഓപ്പറേഷൻ്റെ സഹായത്തോടു കൂടിയാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യേണ്ടത്. R3 gives 7R3 പ്ലസ് എന്താണ് R2. സോ ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും മാറ്റമൊന്നുമില്ല. തേർഡ് റോയ്ക്കാണ് ഇനി മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അതേപോലെ തന്നെ നോക്കി എഴുതാം. 4 1 1 -2 4. സെക്കൻഡ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. 0 -7 -7 14 0. ഓക്കെ, ഇനി മാറ്റം വരാൻ പോകുന്നത് എന്തിനാണ്? നമ്മുടെ തേർഡ് റോയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 0 പ്ലസ് 7 ഇൻറ്റു 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഇനി അടുത്ത എന്ത് വരും? 7 ഇൻറ്റു R3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ എന്താണ്? -7. അപ്പം 7 - 7 എന്ന് വരും. ഉത്തരം എന്താണ് വരിക? 0. അടുത്തത്, ഇത് രണ്ടും സെയിം നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം എന്തായിരിക്കും വരിക? 0 എന്നുള്ള ആൻസർ ആയിരിക്കും വരിക. ശരിയല്ലേ? സെയിം എലിമെൻ്ററി ഓപ്പറേഷൻ, സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് സെയിം എലിമെൻ്ററി ഓപ്പറേഷൻ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ഉത്തരം 0 വരും. ശരിയല്ലേ? സെയിം നമ്പേഴ്സ് ആകുമ്പോൾ സെയിം ഉത്തരം അല്ലേ വരിക? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അടുത്ത എലിമെൻ്ററി ഓപ്പറേഷൻ നോക്കിയാൽ പോരെ? ഇനി അടുത്ത പൊസിഷൻ നോക്കുക. 7 ഇൻറ്റു -2 പ്ലസ് 14. ശരിയല്ലേ? 7 ഇൻറ്റു -2 പ്ലസ് 14. 7 ഇൻറ്റു R3 പ്ലസ് R2 ആണ് എലിമെൻ്ററി ഓപ്പറേഷൻ. അപ്പോൾ 7 ഇൻറ്റു -2 പ്ലസ് 14. അപ്പം -14 പ്ലസ് 14 ആൻസർ എന്ത് വരും? 0. 0യും 0യും തമ്മിൽ എലിമെൻ്ററി ഓപ്പറേഷൻ ചെയ്താൽ എന്താണ് കിട്ടുക? 0 അല്ലേ? 7 ഇൻറ്റു 0 പ്ലസ് 0 0 തന്നെയാണ് കിട്ടുക. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയേ. ഇത് റോ റെഡ്യൂസ്ഡ് ഫോം അല്ലേ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0. അപ്പോൾ തേർഡ് റോയിൽ നോക്കാനായിട്ട് നമുക്ക് നോൺ സീറോ എലമെന്റ്സ് ഒന്നും ഇല്ല, അതിന്റെ താഴെ നോക്കാനായിട്ട് വേറെ റോസും ഇല്ല. അപ്പോൾ നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോം ആയിട്ടുണ്ട്. റോ റെഡ്യൂസ്ഡ് ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഗോസ് എലിമിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഗോസ് എലിമിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പർ ട്രയാങ്കുലർ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഗോസ് എലിമിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഗോസ് എലിമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇനി എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷന് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. ഓക്കെ, എഴുതുക. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് സെക്കൻഡ് റോഡ് ഇക്വേഷൻ ആണ്. കാരണം ബാക്കിൽ നിന്ന് വേണം മുകളിലോട്ട് ഇക്വേഷൻസ് എഴുതി പോകാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്താണ് വരിക? എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് എഴുതണ്ട. അടുത്തത് വൈയുടെ കോയിഫിഷ്യന്റ് ആണ് -7y -7 വൈക്ക് ശേഷം z പ്ലസ് 14w ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ്? 0. ഇത് ബി മെട്രിക്സ് ആണ്. ഇത്രയുമാണ് എ മെട്രിക്സ് എന്ന് പറയാം. ശരിയല്ലേ? ഞാൻ ഈ ഡോട്ട്സ് ഇടുന്നതിന്റെ ലെഫ്റ്റിലുള്ളതാണ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഫസ്റ്റിലത്തെ ഇക്വേഷൻ എന്താണ്? 4x പ്ലസ് y പ്ലസ് z മൈനസ് 2w ഈക്വൽ ടു എന്താണ്? 4. അപ്പം ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 ഇക്വേഷൻസ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് നമ്പർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഇക്വേഷൻസ് 2 ഇക്വേഷൻസ് ആണ്. നമ്പർ ഓഫ് ഇക്വേഷൻസ് എത്ര ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്? 2 ഇക്വേഷൻസ് ആണുള്ളത്. നമ്പർ ഓഫ് അൺനോൺസ് ഞാൻ UK എന്ന് ഇടുന്നുള്ളൂ. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് എത്ര അൺനോൺസ് ഉണ്ട്? നമുക്ക് അറിയാത്ത എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യു. 4 അൺനോൺസ് ആണുള്ളത്. ഇത് രണ്ടും തുല്യമായാൽ മാത്രമേ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. നമ്പർ ഓഫ് അൺനോൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്പർ ഓഫ് അൺനോൺസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എത്ര വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എത്ര വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ആർബിട്രറി സബ്സ്റ്റിറ്റ്യൂഷൻസ് എത്ര വേരിയബിളുകൾക്ക് കൊടുക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ്. സോ നമ്പർ ഓഫ് അൺനോൺസ് 4, നമ്പർ ഓഫ് ഇക്വേഷൻസ് 2. ആൻസർ എന്താണ് കിട്ടുക? നമുക്ക് 2 ഇക്വേഷൻസ് ആണല്ലോ ഉള്ളത്. 2 ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് 2 വേരിയബിളുകൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇത് ശരിക്കും ഇങ്ങനെ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്, റാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കേണ്ടത്. റാങ്ക് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് റാങ്കിന്റെ സഹായത്തോടു കൂടി കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ടൊരു ടോപ്പിക്ക് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുൻപ്
ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് റാങ്ക് പഠിച്ചതിന് ശേഷം റാങ്കിന്റെ സഹായത്തോടു കൂടി ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനും നിങ്ങൾ ശ്രമിച്ചു നോക്കണം. റാങ്കിന്റെ സഹായത്തോടു കൂടി നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക, എത്ര വേരിയബിൾസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? 2 വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇനി അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഇക്വേഷനിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന വേരിയബിൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ W രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് W-ന് A എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആർബിട്രറി ആണ്. Z രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് Z-ന് B എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ. Y-യും രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പോൾ X-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ ശ്രദ്ധിച്ചാൽ മതി. കൊടുത്താലും പ്രശ്നങ്ങളൊന്നും വരില്ല. എങ്കിലും രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 1-ൽ ഇത് കൊടുത്താൽ എന്താണ് വരിക? -7y -7 Z-ന് പകരം B കൊടുക്കാം, പ്ലസ് 14 W-ന് പകരം A കൊടുക്കാം, ഈക്വൽ ടു എന്താണ്? 0. ശരിയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്താ കേട്ടാ? -7y ഈക്വൽ ടു -7b ഇപ്പുറത്ത് വന്നാൽ 7b പ്ലസ് 14a ഇപ്പുറത്ത് വന്നാൽ -14a. ത്രൂ ഔട്ട് ഒരു -7 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ത്രൂ ഔട്ട് ഞാനൊരു -7 കൊണ്ട് കട്ട് ചെയ്യണേ. എല്ലാ ടൈമിനെയും -7 കൊണ്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് y ഡയറക്റ്റ്ലി കിട്ടും. -7 ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് എന്താണ് കിട്ടുക? 7/-7 -1 ആണ്. അപ്പോൾ -b കിട്ടും. ഇവിടെ മൈനസും മൈനസും ചേർന്നിട്ട് പ്ലസ് ആവും. 14/7 2 കിട്ടുക. അപ്പം 2a എന്ന് വരും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? 2a ആണ് പോസിറ്റീവ്. അവനെ ആദ്യം എഴുതണം. -b 2. അങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഒരു വൃത്തിക്ക് വേണ്ടി എഴുതുന്നേ ഉള്ളൂ. y ഈക്വൽ ടു എന്താണ്? 2a - b. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ എക്സിൻ്റെയും x കണ്ടുപിടിക്കണം നമുക്ക്. അതിനുവേണ്ടി വൈയുടെ വാല്യൂവും z-ൻ്റെ വാല്യൂവും W-ൻ്റെ വാല്യൂവും കൊണ്ടിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 2-ൽ കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആണ് ഇതെടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻ നമ്പർ 2 4x പ്ലസ് വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 2a - b കൊടുക്കാം. 2a - b പ്ലസ് z-ൻ്റെ പ്ലേസിൽ നമുക്ക് b കൊടുക്കാം. -2 ഇൻറ്റു W-ൻ്റെ പ്ലേസിൽ a കൊടുക്കാം. ഈക്വൽ ടു എന്താണെന്ന് പറയുന്നുണ്ട് അവർ? 4 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ അപ്പോൾ നമുക്ക് +b - b ക്യാൻസൽ ചെയ്ത് കളയാം. +2a - 2a ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x ഈക്വൽ ടു 4 കിട്ടും. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്താണ്? 4/4 ഈക്വൽ ടു 1. സോ അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ആയല്ലോ. എല്ലാത്തിനും ഉത്തരവായി. എക്സിനും ഉത്തരവായി, വൈക്കും ഉത്തരവായിട്ടുണ്ട്, ഇസഡിനും ഉത്തരവായിട്ടുണ്ട്, W-നും ഉത്തരവായിട്ടുണ്ട്. ദെർഫോർ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? x, y, z, w is equal to, ഇങ്ങനെ മെട്രിക്സിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഓരോന്നായിട്ട് എഴുതാൻ സ്ഥലം തികയാത്ത കൊണ്ട് ഞാൻ മെട്രിക്സിലാക്കുന്നേ ഉള്ളൂ. എക്സ് വൈ ഇസഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു, എക്സിൻ്റെ ഉത്തരം എന്താണ് കിട്ടുക? 1 ആണ് കിട്ടുക. വൈയുടെ ഉത്തരം എന്താണ് കിട്ടുക? 2a - b, 2a - b. ഇസഡിൻ്റെ ഉത്തരം എന്താണ്? b. ഡബ്ല്യുവിൻ്റെ ഉത്തരം എന്താണ്? a. സോ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് അൺനോൺസും വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലായിടത്തും നമുക്ക് സെയിം കൺസെപ്റ്റ് കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കണം. അതാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. റാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട്. തീർച്ചയായിട്ടും 7 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ റാങ്ക് ഉപയോഗിച്ച് കൺസിസ്റ്റൻസി കണ്ടുപിടിച്ചതിന് ശേഷം സോൾവ് ചെയ്യാൻ പറയുന്ന ചോദ്യം നമുക്ക് 100% 7 മാർക്കിന് പ്രതീക്ഷിക്കാം. റാങ്ക് കണ്ടുപിടിക്കാൻ 3 മാർക്കിനും എ പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലളിതമായ ചോദ്യങ്ങൾ, 2 3 എലമെൻ്ററി ഓപ്പറേഷൻസ് തീരുന്ന പ്രോബ്ലംസ് ഉണ്ട് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട്. സോ അപ്പോൾ എന്താണ് റാങ്ക്? വാട്ട് ഈസ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി ആർ എൻ്ററിങ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, റാങ്ക് ഓഫ് എ മെട്രിക്സ്. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ ഗോസ് എലിമിനേഷൻസ് വഴി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നോർമലി ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗോസ് എലിമിനേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും അറിയാം അല്ലേ? ഏതൊരു മെട്രിക്സ് കിട്ടിയാലും നിങ്ങൾക്ക് ഗോസ് എലിമിനേഷൻ ചെയ്യാൻ അറിയാം. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണം. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണം. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണം. അത് കൂടുതലും ഡയഗണലി സംഭവിക്കുന്നുണ്ട്. ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ 0 ആക്കണം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്?
റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു മെട്രിക്സ് പ്രധാനമായിട്ടും 2 ഫോമിൽ നമുക്ക് ഗോസ് എലിമിനേഷൻ വഴി എത്തിക്കാം. ഗോസ് എലിമിനേഷൻ വഴി എത്തിക്കാവുന്ന ആദ്യ ഫോം എന്ന് പറയുന്നത് റോ റെഡ്യൂസ്ഡ് ഫോം ആണ്. അപ്പോൾ ആ ഫോം എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. റോ റെഡ്യൂസ്ഡ് ഫോം 2 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെ റോ റെഡ്യൂസ്ഡ് ഫോമിൻ്റെ തലവൻ ഒരാളുണ്ട്. അവൻ്റെ തല എക്ലൻസ് ഫോം. എക്ലൻസ് ഫോം എന്ന് പറയുന്ന റോ റെഡ്യൂസ്ഡ് ഫോമിൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താൽ അവൻ എന്തായി? എക്ലൻസ് ഫോം ആയി. അപ്പോൾ എക്ലൻസ് ഫോം എന്താണെന്ന് പറയാം. എക്ലൻ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്നുമില്ല. എക്ലൻ ഫോം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രീക്ക് വേർഡാണ്. മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു വേർഡാണ്. ഒരു പ്രത്യേക ടൈപ്പ് അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്ലൻ എന്നുള്ളത്. ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. റോസിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എക്ലൻസ് ഫോം. അപ്പോൾ എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ള ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ ഒരു എ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എ മെട്രിക്സ് ഒരു ചുമ്മാ എക്സാമ്പിൾ ആണ് കേട്ടോ. ഞാൻ എലിമെൻ്ററി ഓപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയാണ്. റാങ്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഗോസ് എലിമിനേഷൻ ചെയ്യും. ഗോസ് എലിമിനേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരം ഇതാണെന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഗോസ് എലിമിനേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരം ഇതാണെന്ന് വിചാരിച്ചാൽ മതി. ഇതല്ല ഉത്തരം, ചുമ്മാ എഴുതുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡയഗണൽ എലമെന്റ്സ് ഇപ്പോൾ 1 2 3 വന്നെന്ന് വിചാരിക്കുക. മുകളിൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, 6 -1 -2. ഇവിടെ എല്ലാം എന്താവും? 0 അല്ലേ? അപ്പോൾ ഉദാഹരണം ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആക്കിയതിന് ശേഷം ഈ ഫോമിനെ വിളിക്കുന്ന പേരാണ് റോ റെഡ്യൂസ്ഡ് ഫോം. എന്താണ്? റോ റെഡ്യൂസ്ഡ് ഫോം. ഇതാണ് ഗോസ് എലിമിനേഷൻ്റെ ഫൈനൽ ഉത്തരം എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമിനെയാണ് റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് വിളിക്കുക. റോ റെഡ്യൂസ്ഡ് ഫോം. ഈ റോ റെഡ്യൂസ്ഡിന് ശേഷം ഒരു സംഭവം കൂടെ ചേർക്കും, എക്ലൻ. റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം. അപ്പോൾ ഈ റോ റെഡ്യൂസ്ഡ് ഫോം 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്ലൻസ് ഫോം എന്ന് പറയാം. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇങ്ങനെയാവും, റെഡ്യൂസ് ടു റോ റെഡ്യൂസ്ഡ് എക്ലൻസ് ഫോം ഓർ റെഡ്യൂസ് ടു എക്ലൻസ് ഫോം ആൻഡ് ഹെൻസ് ഫൈൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നാവും ചോദിക്കുക. എക്ലൻസ് ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം റാങ്ക് കണ്ടുപിടിക്കാനാവും ചോദിക്കുക. അപ്പം സംഭവം റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത്രയേ ഉള്ളൂ. ഇതൊരു റോ റെഡ്യൂസ്ഡ് ഫോം ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അറിയാം അല്ലേ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെയും 0 ആണ്. ഇതാണ് ഒരു റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. ശ്രദ്ധിച്ചിരിക്കുക. നോൺ സീറോ റോസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ശ്രദ്ധിച്ചിരിക്കുക. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഒരു 0 റോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു റോ കംപ്ലീറ്റ് 0 ആണെങ്കിൽ അതിനെയാണ് 0 റോ എന്ന് പറയുക. ഒരു റോ കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ അതിനെയാണ് ഏത് പേരിട്ട് വിളിക്കുക? 0 റോ എന്നുള്ള പേരിട്ട് വിളിക്കുക. അപ്പോൾ ഇതൊരു 0 റോ ആണ്. ഇത് കംപ്ലീറ്റ്ലി 0 ആണ്. ഏതെങ്കിലും ഒരു എലമെന്റ് നോൺ സീറോ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ മുമ്പേ 3 ആണ് എഴുതിയെന്ന് തോന്നുന്നു. അപ്പോൾ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് നോൺ സീറോ വന്നെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്? ഒരു നോൺ സീറോ റോ ആണ്. ശരിയല്ലേ? ഇപ്പോൾ ഫസ്റ്റ് റോയിൽ കംപ്ലീറ്റ് 0 അല്ല, നോൺ സീറോ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു നോൺ സീറോ റോ ആണ്. അപ്പോൾ ഇതൊരു നോൺ സീറോ റോ ആണ്. സെക്കൻഡ് റോയിൽ 0 ഉണ്ടെങ്കിലും നോൺ സീറോ ആയിട്ടുള്ള എലമെന്റ്സും കൂടെ ഉള്ളതുകൊണ്ട് ഇതൊരു നോൺ സീറോ റോ ആണ്. തേർഡ് റോയിലും 0 ഉണ്ട്, പക്ഷെ നോൺ സീറോ എലമെന്റ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉള്ളത് കൊണ്ട് ഇത് ഒരു നോൺ സീറോ റോ ആണ്. അപ്പം നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 നോൺ സീറോ റോസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാങ്ക്. ശ്രദ്ധിച്ചിരിക്കുക. റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. റാങ്ക് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇപ്പം എന്താണ് റാങ്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പപ്പണി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇപ്പം ഈ 3 ഇവിടെ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇത് 0 ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്തായിരിക്കും നിങ്ങൾ പറയാം? ഇതിൻ്റെ റാങ്ക് എന്താണ്? ഇതൊരു കംപ്ലീറ്റ്ലി നോൺ സീറോ ആയിട്ടുള്ള ഒരു റോ ആണ്. അതൊരു നോൺ സീറോ റോ അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ റാങ്ക് എന്താണ് വരിക? 2 ആണ് റാങ്ക് വരിക. കാരണം 2 നോൺ സീറോ റോസേ ഉള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ റാങ്ക് എന്തായിരിക്കും വരിക? ഈ പ്രോബ്ലത്തിൻ്റെ റാങ്ക് എന്താണ്? ഇത് റെഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് എന്താണ് വരിക? റാങ്ക് എന്താണ്? 1 ആണ് റാങ്ക് വരിക. കാരണം ഒരൊറ്റ നോൺ സീറോ റോ മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് റാങ്ക് എഴുതുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം ആഫ്റ്റർ
ബൈ യൂസിങ് ഗോസ് എലിമിനേഷൻ. അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ യു ഫൈൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് ചോദിച്ചാൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റെപ്പായിട്ടൊന്നും ഞാൻ നിങ്ങളെ എഴുതിപ്പിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൽ കൃത്യമായി ഓർത്ത് വെച്ചാൽ മതി. ഗോസ് എലിമിനേഷൻ ചെയ്യാൻ അറിയാം. ഏതൊരു ചോദ്യം കിട്ടിയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോസ് എലിമിനേഷന്റെ സഹായത്തോടു കൂടി റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നതാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് എന്താണെന്ന് എഴുതി വെക്കുക. ഇൻ റോ റെഡ്യൂസ്ഡ് ഫോം ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഈസ് കോൾഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. റോ റെഡ്യൂസ്ഡ് ഫോമിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഇനിയിപ്പം എന്താണ് എക്ലൻസ് ഫോം എന്നുള്ളതും കൂടെ പറയാം. ശ്രദ്ധിച്ചിരിക്കുക, എക്ലൻസ് ഫോം. അപ്പൊ ഈ റോ റെഡ്യൂസ്ഡ് ഫോമിൽ ആക്കിയതിന് ശേഷം മുമ്പേ ആദ്യം എഴുതിയ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെയൊക്കെ നമുക്ക് നോൺ സീറോ തന്നെ കൊടുക്കാം. 2 6 കൊടുക്കാം 3. അപ്പം ഇതാണ് എനിക്ക് സോൾവ് ചെയ്ത് കിട്ടിയ സാധനം എന്ന് വിചാരിക്കുക. ഇതിന്റെ റാങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു. റാങ്ക് 3 ആണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇനി റാങ്ക് കണ്ടുപിടിക്കാൻ മാത്രമേ പറയുന്നുള്ളെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. ഓക്കെ, ഇവിടം കൊണ്ട് നിർത്താം. ആഫ്റ്റർ കൺവേർട്ടിംഗ് ഇൻ ടു എക്ലൻസ് ഫോം ഹെൻസ് ഫൈൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നാണ് ചോദ്യമെങ്കിൽ, എക്ലൻസ് ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം റാങ്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. ഇവിടം വരെ നിങ്ങൾ എഴുതിയതിന് ശേഷം ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. അപ്പൊ എക്ലൻസ് ഫോം ശ്രദ്ധിച്ചിരിക്കുക. എക്ലൻസ് ഫോം എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എക്ലൻ ഫോം എത്ര കണ്ടീഷൻ? LON ആണ് കേട്ടോ. എക്ലൻ ഫോം എന്ന് പറയുമ്പം 2 കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പിവോട്ട് എലമെന്റ്സ് എല്ലാം 1 ആവണം. പിവോട്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് പിവോട്ട് എലമെന്റ്. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് പിവോട്ട് എലമെന്റ്? പിവോട്ട് എലമെന്റ് എന്ന് പറയും അതിനെ നമ്മൾ. പിവോട്ട് എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? ഓൾ പിവോട്ട് എലമെന്റ്സ് 1 ആവണം. ഓൾ പിവോട്ട് എലമെന്റ്സ് ഷുഡ് ബി എന്താണ്? 1 ആവണം. എല്ലാ പിവോട്ട് എലമെന്റ്സും 1 ആവണം. അതായത് ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെയാണ് പിവോട്ട് എലമെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതാണ് ഫസ്റ്റ് റോ, അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി നിങ്ങൾ സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. ഇതാണ് സെക്കൻഡ് റോ. അതിന് പിവോട്ട് എലമെന്റ് എന്താണ്? 2 ആണ്. പക്ഷേ എക്ലൻസ് ഫോമിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് എന്താവണം? 1 ആവണം. ശരിയല്ലേ? അത് വളരെ നിസ്സാരമായിട്ട് മാറ്റാം. 2നെ 2 കൊണ്ട് തന്നെ ഹരിച്ചാൽ പോരെ. അപ്പോൾ ഒരു എലമെന്ററി ഓപ്പറേഷൻ നമ്മൾ ചെയ്യണം. R2 ഗിവ്സ് എന്താണ്? R2/2 ചെയ്യണം. R2 ഗിവ്സ് R2/2. അത് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2/2 1 വരും, 6/2 3 വരും. ശരിയല്ലേ? ഇപ്പോൾ അതെന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആരാണ്? 3 ആണ്. ആ നോൺ സീറോ എലമെന്റ് എന്താവണം? 1 ആവണം. ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഒരു എലമെന്ററി ഓപ്പറേഷൻ ചെയ്യാം. R3 ഗിവ്സ് R3/3 ചെയ്താൽ മതി. അപ്പോൾ 3/3 എന്തായിക്കോളും? 1 ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ മാറ്റിയതിന് ശേഷം റാങ്ക് കണ്ടുപിടിക്കുന്നതിനെയാണ് ഏത് പേരിട്ട് വിളിക്കുക? എക്ലൻസ് ഫോം എന്നുള്ള പേരിട്ട് വിളിക്കുക. എക്ലൻസ് ഫോമിന് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പിവോട്ട് എലമെന്റുകളും 1 ആയിരിക്കണം. അത് ഈ സ്റ്റെപ്പിന് ശേഷം ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താൽ മതി. അതായത് 1 അല്ലാത്ത എലമെന്റ്സ് വരുന്നുണ്ടെങ്കിൽ സെയിം നമ്പർ കൊണ്ട് ഹരിച്ച് എന്താക്കാൻ പറ്റും? 1 ആക്കാൻ പറ്റും. ശരിയല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അടിത്തറയായിട്ട് അത് മനസ്സിലാവും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ റോ നമ്മൾ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർഡറിലാവണം. അതായത് ശ്രദ്ധിച്ചിരിക്കുക, പിവോട്ട് എലമെന്റിന്റെ മുൻപ് വരുന്ന സീറോസിന്റെ എണ്ണം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫസ്റ്റ് റോയിൽ സീറോസ് ഒന്നും ഇല്ല, അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റോ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. സെക്കൻഡ് റോയിൽ പിവോട്ട് എലമെന്റ് 1 ആണ്. ശരിയല്ലേ? 1ന് ഇപ്പുറത്ത് എത്ര സീറോ ഉണ്ട്? ഒരു സീറോയേ ഉള്ളൂ. ശരിയല്ലേ? തേർഡ് റോയിലെ പിവോട്ട് എലമെന്റ് 1 ആണ്. ശരിയല്ലേ? അതിന് മുമ്പ് എത്ര സീറോ ഉണ്ട്? 2 സീറോസ് ഉണ്ട്. ഇത് കൂടി വരുന്ന ഓർഡറിലല്ലേ നിൽക്കുന്നത്? താഴോട്ടില്ലല്ലോ വേറെ റോസ്. ഇത് കൂടി വരുന്ന ഓർഡറിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്ന ഫോമിനെയാണ് നമുക്ക് ഏത് പേരിട്ട് വിളിക്കുക? എക്ലൻ ഫോം എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, എക്ലൻ ഫോം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്ത് അങ്ങനെ ആക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇപ്പോൾ നമ്മുടെ എക്ലൻസ് ഫോമിന്റെ സെക്കൻഡ് കണ്ടീഷൻ ഒരു ഉദാഹരണം പറയാം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ഈ രീതിയിലാണ്. ഓക്കെ, ഒരു ഉദാഹരണം പറയാനായിട്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്? പിവോട്ട് എലമെന്റുകളെല്ലാം 1 ആവണം. അതായത് ഓരോ റോ കൺസിഡർ ചെയ്യുമ്പോഴും അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആവണം. അത് 1 അല്ലെങ്കിൽ 1 ആക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ നമ്പർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ 1 ആവും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സീറോസിന്റെ എണ്ണം വരുന്നത് ഇൻക്രീസിങ് ഓർഡറിലാവണം. പിവോട്ട് എലമെന്റിന് മുൻപ് വരുന്ന പ്രിസീഡിംഗ് ആയിട്ട് വരുന്ന സീറോസിന്റെ എണ്ണം
ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡറിലാവണം വരുന്നത്. അതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണം നമ്മൾ കൺസിഡർ ചെയ്യാം. അത് വരുന്ന ക്വസ്റ്റൻ ആണ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തത് അല്ലെ. 1 2 എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡറിലായിരുന്നു. ഇനി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡർ വരാത്തൊരു കേസ് നിങ്ങൾ നോക്കിയേ. അപ്പം ഇവിടെ ഫസ്റ്റ് പിവോട്ട് എലമെന്റ് 1 ആണ്. പിവോട്ട് എലമെന്റ് 1 ആണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെയും പിവോട്ട് എലമെന്റ് 1 തന്നെ കിടക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ 0 പിവോട്ട് എലമെന്റ് മുമ്പ് ഒരു 0 ആണുള്ളത്. ഇവിടെ നമുക്ക് പിവോട്ട് എലമെന്റ് ഇല്ല, പക്ഷേ 0 നമ്മൾ കൗണ്ട് ചെയ്യണം. 4 zeros ആണുള്ളത്. ഇവിടെ പിവോട്ട് എലമെന്റിന് മുമ്പ് 2 zeros ആണുള്ളത്. ഇത് ഇൻക്രീസിംഗ് ഓർഡർ ആണോ? അല്ല, ഇത് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡറിലല്ല വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. ഈ സെക്കൻഡ് തേർഡ് റോയും ഫോർത്ത് റോയും തമ്മിൽ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. R3 ഇന്റർചേഞ്ചിങ് R4 ചെയ്യാം. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കിയേ. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. സെക്കൻഡ് റോ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യും. ഇത് ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. 0 0 1 0 0 0 0 0 ഓക്കെ ആണല്ലോ. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയേ. പിവോട്ട് എലമെന്റിന് മുമ്പ് ഒരു 0, പിവോട്ട് എലമെന്റിന്റെ മുന്നിൽ 2 0, താഴെ 4 0. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡറിലായി. ശരിയല്ല, ഇപ്പോൾ ഇത് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഓർഡറിലായി. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എക്വലൻസ് ഫോം സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ഒരു എക്സാമ്പിൾ. നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ സാറ്റിസ്ഫൈ ആവുന്നതായിരുന്നു. സാറ്റിസ്ഫൈ ആകാത്തതിനെ എങ്ങനെ സാറ്റിസ്ഫൈ ആക്കാം എന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഈ കണ്ടീഷനിൽ നിർത്തി ഒരിക്കലും ഉത്തരം എഴുതാൻ പാടില്ല. ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഉത്തരം എഴുതാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇത് വരുന്ന ഇതേ സെയിം സംഭവം വരുന്ന പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഇനി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ റാങ്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യണം. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ റാങ്ക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി പറയാം എന്നുള്ളതും കൂടെ പഠിക്കുമ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്കും ഗോസ് എലിമിനേഷനും നമ്മുടെ കംപ്ലീറ്റ് ആവും, കൺസിസ്റ്റൻസിയും കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് എയ്ഗൺ വാല്യൂസ്, എയ്ഗൺ വെക്ടേഴ്സ് അങ്ങനെയുള്ള ടോപ്പിക്കുകളിലേക്ക് കയറാം. ഏറ്റവും പ്രധാനപ്പെട്ട ഡയഗണലൈസേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റാങ്കിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിലേക്ക് കയറാം. 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 7 മാർക്കിന് വരെ റാങ്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 7 മാർക്കിന് ചോദിച്ച ചോദ്യവും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ 7 മാർക്കിൻ്റെ ചോദ്യവും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് റാങ്ക് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ റാങ്ക് പഠിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ ഇത് 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. റാങ്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. റാങ്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആക്കണമെന്നറിയാം അല്ലേ. ഈ ഡയഗണൽ നോക്കിയാൽ മതി എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന 2 എലമെന്റ്സ് ഓൾറെഡി 0 ആണ്, പക്ഷേ ഈ 2 എന്താക്കണം 0. അപ്പോൾ 2 0 ആക്കുമ്പോൾ മേ ബി ഇത് നോൺ സീറോ ആവാം, അല്ലെങ്കിൽ 0 തന്നെ ആവാം. എനിവേസ് നമുക്ക് ഈ പൊസിഷൻസ് 0 ആക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി ഇതൊക്കെ 0 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 3 മാർക്കിൽ ഒതുങ്ങിപ്പോയത്. പെട്ടെന്ന് ആൻസർ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിനേക്കാൾ വലിയ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഒരുപാട് എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്യുന്ന 7 മാർക്കിന്റെ ക്വസ്റ്റ്യനും യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുണ്ട്. 2015 സ്കീം സ്ഥിരം 7 മാർക്കിന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എലമെന്ററി ഓപ്പറേഷൻസ് ശ്രദ്ധിച്ചിരിക്കുക. തന്നിട്ടുള്ള മെട്രിക്സിന് ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എ എന്നൊക്കെ പേര് കൊടുത്തിട്ട് ചെയ്യാം അല്ലേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് ആൻഡ് എ ഈസ് ഈക്വൽ ടു, ഞാൻ തന്നിട്ടുള്ള മെട്രിക്സ് ഒന്ന് എടുത്ത് എഴുതാണ് കേട്ടോ. 6 0 -3 0 0 -1 0 5 2 0 -1 0. അപ്പോൾ നമുക്ക് ഈ 2 പൊസിഷൻ എന്താക്കണം 0 ആക്കണം. അപ്പോൾ R3യിൽ നിന്ന് R1ലേക്കാണ് എലമെന്ററി ഓപ്പറേഷൻ വരേണ്ടത്. അപ്പോൾ നമുക്ക് R3 കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെ, രണ്ടും സെയിം സൈൻ ആണ്. അപ്പോൾ കണക്ട് ചെയ്യേണ്ട മൈനസ് കൊണ്ടാണെന്ന് അറിയാം അല്ലെ. 6ഉം 2ഉം സെയിം സൈൻ ആണ്. പിന്നെ R3 എന്ന് പറയുമ്പോൾ R1ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 6 കൊടുക്കുക. R1 എന്ന് പറയുമ്പോൾ R3യുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 2 കൊടുക്കുക. അപ്പം 6R3 - 2R1 അല്ലെ. 6R3 - 2R1 രണ്ടിടത്തും കോമൺ ഫാക്ടർ ആയിട്ട് 2 ഉണ്ട്. അപ്പോൾ 2 കൊണ്ടൊന്ന് കട്ട് ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്ങനെ എഴുതാം? 3R3 - R1 എന്ന് എഴുതാം അല്ലെ. 3R3 - R1 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ചെയ്താലും മതി. കാരണം ഇവിടെ വലിയ നമ്പേഴ്സ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ചെറിയ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. യെസ്, അങ്ങനെ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. സോ ദിസ് ഈസ് എന്താണ് വരിക ശ്രദ്ധിക്കുക. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. 6 0 -3 0. സെക്കൻഡ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി 0 ആയതുകൊണ്ടാണ് 0 ആക്കേണ്ടാത്തത് കേട്ടോ. 0 -1 0 5. ഇനി നമുക്ക് ഈ 2ന്റെ പൊസിഷൻ എന്താക്കണം നമുക്ക് 0. അതിനുവേണ്ടി ഈ എലമെന്ററി ഓപ്പറേഷൻ 3 × R3 എന്ന് പറയുന്നത് എന്താണ് 2
മൈനസ് R1 എന്ന് പറയുന്നത് എന്താണ് 6. അപ്പം ആൻസർ എന്താണ് കിട്ടുക 0. അപ്പം നെക്സ്റ്റ് 3 ഇൻറ്റു 0 മൈനസ് 0 ആൻസർ എന്താണ് വരിക 0. നെക്സ്റ്റ് 3 ഇൻറ്റു -1 -3 അപ്പം -3 + 3 എന്ന് വരും ആൻസർ എന്താണ് 0. നെക്സ്റ്റ് 3 ഇൻറ്റു 0 -0 ആൻസർ എന്താണ് വരിക 0. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം എന്ന് പറയുന്നുണ്ട്. ഇപ്പം റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം എന്ന് പറയുന്നില്ലെന്ന് വിചാരിക്കാം. റാങ്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം എന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ നമുക്ക് പറയാം റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം എന്ന് പറയുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ റാങ്ക് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണം ഉണ്ട് 1 2. റാങ്ക് ഈക്വൽ ടു 2 എന്ന് എഴുതി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കണ്ടോ 1 2 രണ്ടാമത്തെ സ്റ്റെപ്പിൽ, അതായത് ഒറ്റ സ്റ്റെപ്പിൽ. ഇത് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒറ്റ സ്റ്റെപ്പിൽ സൊല്യൂഷനാണ്. 3 മാർക്കാണ് കയ്യിലിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നുണ്ട് എന്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോമിന്റെ ഒരു നോളജ് നമ്മുടെ മനസ്സിൽ വേണം. എന്താണ് അക്കോർഡിംഗ് ടു റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോം ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആവണം, ശരിയല്ലേ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന എലമെന്ററി ഓപ്പറേഷൻ എന്താണ് R1 gives R1/6 ചെയ്യാം. സെക്കൻഡ് റോയിൽ പിവോട്ട് എലമെന്റ് -1 ആണ്, അത് 1 ആക്കണം, ശരിയല്ലേ. അപ്പം R2 gives -R2 കൊടുത്താൽ മതി. ഈ 2 എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്താൽ സംഭവം സെറ്റാണ്. കാരണം എന്താണ് -1ന്റെ കൂടെ ഒരു മൈനസും കൂടെ കൊടുത്താൽ അത് +1 ആവും, ശരിയല്ലേ. സോ 6/6 എന്താ വരിക 6/6 1 വരും 0. -3/6 -1/2 ഒന്നും കിട്ടോട്ടെ, ശരിയല്ലേ. -3/6 വരും, കട്ട് ചെയ്യുമ്പോൾ -1/2 ആവും 0. ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ഈ -3 തന്നെ എടുത്ത് ഇവിടെ എഴുതരുത്, അതൊക്കെ പൊട്ടത്തെറ്റാണ്, മാർക്ക് കുറയും, ശ്രദ്ധിച്ച്. അപ്പോൾ ഒരു എലമെന്ററി ഓപ്പറേഷൻ കംപ്ലീറ്റ് റോയ്ക്കാണ് ചെയ്യുന്നത്. R1/6 എന്ന് പറയുമ്പോൾ 6/6 1, 0/6 0, -3/6 -1/2, 0/6 0. സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഓരോ എലമെന്റിനും മൈനസ് കൊടുക്കണം. അപ്പോൾ 0 -1നും ഒരു മൈനസും കൂടെ കൊടുത്താൽ +1 ആവും 0 -5. ഓക്കെ, 5ന് മൈനസ് കൊടുത്താൽ -5. തേർഡ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല 0 0 0 0. ഇതിപ്പോൾ റോ റെഡ്യൂസ്ഡ് എക്ലൻ ഫോമിലേക്ക് മാറിയോ എന്നുള്ളത് കൺഫേം ചെയ്യാം. ഓക്കെ, പിവോട്ട് എലമെന്റ് 1 ആണ്. ഇവിടെയും ഫസ്റ്റ് റോയിൽ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ഇവിടെ നോൺ സീറോ എലമെന്റ്സ് ഒന്നും ഇല്ല, അപ്പോൾ പിവോട്ട് എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ പിവോട്ട് എലമെന്റ് 1 ആണ്. ഇനി 0 ഇൻക്രീസിങ് ഓർഡറിലാണോ താഴേക്ക് വരുന്നത് നോക്കുക. പിവോട്ട് എലമെന്റിന് മുൻപ് 1 0 ആണുള്ളത്, ഇവിടെ 4 0 ആണുള്ളത്, ഇൻക്രീസിങ് ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് എക്ലൻസ് ഫോമിന്റെ 2 കണ്ടീഷൻസും റോ റെഡ്യൂസ്ഡ് എക്ലൻസ് ഫോമിന്റെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിൽ പറഞ്ഞാൽ മാത്രം മതി, എഴുതൊന്നും വേണ്ട കേട്ടോ. പക്ഷേ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം എക്ലൻസ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദെൻ റാങ്ക് എന്ന് പറയുന്നത് എന്താണ് റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ നമുക്ക് ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം കേട്ടോ, R of A എന്ന് പറഞ്ഞിടാം. റാങ്ക് ഓഫ് എ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു നൊട്ടേഷൻസ് ഉപയോഗിച്ചായിരിക്കും പഠിക്കുക. ഈ R of A എന്ന് കണ്ടാൽ അത് എന്താണെന്ന് മനസ്സിലാക്കണം, റാങ്ക് ഓഫ് എ ആണെന്ന് മനസ്സിലാക്കണം. ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇതൊക്കെ എഴുതുന്നത് നല്ലതാണ് കേട്ടോ. നമ്പർ ഓഫ് നോൺ സീറോ റോസ്, എത്ര നോൺ സീറോ റോസ് ഉണ്ട് ഈക്വൽ ടു ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതും ഒരു നോൺ സീറോ റോ ആണ്, കാരണം നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊരു സീറോ റോ ആണ്, കംപ്ലീറ്റ്ലി സീറോ ആണ്. അപ്പോൾ എത്ര നോൺ സീറോ റോസ് ഉണ്ട് 2 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് എന്താണ് 2. ഓക്കെ എന്ന് വിചാരിക്കുന്നു. 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കൂടിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ 7 മാർക്കിൻ്റെയും അതിനേക്കാൾ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 മാർക്ക് 7 മാർക്ക് സെക്ഷനിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.